യേശുവിൻ്റെ നാമത്തിൽ ദരിദ്രരെ സേവിക്കുവാനായി ചിലപ്പോൾ കുറഞ്ഞ പാക്കേജിൽ ഒരു ചാരിറ്റി പോലെ ഒരു സ്ഥലത്ത് ഒതുങ്ങി പേരെടുക്കുന്നില്ല, ഒന്നുമില്ലാതെ ജീവിക്കും. അയാളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടായിരിക്കും. അയാൾ ചെയ്യുന്ന ഡോക്ടർ ജോലി ഒരു ശുശ്രൂഷയായി കണക്കാക്കപ്പെടും. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കർത്താവിനാലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ഒരുമിച്ച് പ്രാപിക്കാനുള്ളതും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാപിക്കാനുള്ളതും ഒക്കെ നമ്മുടെ ജീവിതത്തെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഒരു സ്പോൺസർ, കോ സ്പോൺസറാണ്, തിരുവല്ലയിൽ നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വ്യക്തിപരമായും കുടുംബമായും ആത്മീകമായ തിരിച്ചുവരവ് ഉണ്ടാകുവാൻ, കുട്ടികൾ കർത്താവായ യേശുവിനെ അവരുടെ രക്ഷകനും ക്രിസ്തുവുമായി സ്വീകരിക്കാൻ വേണ്ടി, അതോടൊപ്പം അനുകൂലമായ ജോലി സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി, മാനിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ചില പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ്സ് പറയട്ടെ. ഈ ആഴ്ച നമ്മുടെ വളരെ പ്രധാനപ്പെട്ട 3 ദിവസത്തെ മീറ്റിംഗ് നടക്കുകയാണ്. ഈ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളായിട്ട് 14, 15, 16 3 ദിവസങ്ങളിലായിട്ട് അതിശക്തമായിട്ടുള്ളൊരു ഉപവാസ പ്രാർത്ഥന കൊച്ചിയിലുള്ള നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ വെച്ച് നടക്കുകയാണ്. ഞങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒക്കെ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് കൊച്ചിയിലേക്ക് വന്ന് താമസം തുടങ്ങി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഹോട്ടലോ മറ്റോ ഒക്കെ എടുത്ത് താമസിച്ച് ഞങ്ങളോട് കൂടെ പങ്കെടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെഷനിലെങ്കിലും വന്നു പോയിട്ടാണെങ്കിലും വന്ന് പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. 15-ാം തീയതി അത് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേ ആണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾക്ക് ഒരുപക്ഷെ സ്ക്രീനിൽ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദയവായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിലായിട്ടോ ഒക്കെ നിങ്ങൾക്കത് അയച്ചു നൽകാൻ സാധിക്കുന്നതാണ്. എന്നാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം എമ്പാടുമുള്ള അനേകർക്ക് വേണ്ടി, അതോടൊപ്പം ഭാരതത്തിന് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ഓഗസ്റ്റ് 15 അന്നത്തെ ദിവസത്തേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അതോടൊപ്പം തന്നെ ഈ മാസം അവസാനം ഓഗസ്റ്റ് 30 കോഴിക്കോട് പാസ്റ്റർ ഡാമിൻ എത്തിച്ചേരുകയാണ്. അതോടൊപ്പം ഒരു വലിയ സന്തോഷ വാർത്ത പറയാനുള്ളത്, സെപ്റ്റംബർ 4, 5 ഈ 2 തീയതികളിലായിട്ട് നടക്കുന്ന നമ്മുടെ ശക്തമായിട്ടുള്ള ഒരു നമ്മുടെ യൂത്തിൻ്റെ റിവൈവൽ മീറ്റിംഗ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ക്യാമ്പിന് വേണ്ടി ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 10 മൺഡേ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരോടും കർത്താവ് സംസാരിക്കും. പ്രത്യേകമായി എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് കർത്താവ് ഡെപ്പോസിറ്റ് ചെയ്യും. ഇന്നത്തെ ഫോക്കസ് വേർഡ് സ്കിൽ ആൻഡ് ഗ്രേസ്, അഥവാ നൈപുണ്യവും കൃപയും, കഴിവും കൃപയും. എല്ലാവരും ഈ സമയത്ത് ഇതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഇന്ന് കാണുന്ന എല്ലാവരും സ്കിൽ ആൻഡ് ഗ്രേസ്. നമ്മളിതൊക്കെ എന്തിനാ ടൈപ്പ് ചെയ്യുന്നത്? കേട്ടാൽ പോരെ, എഴുതി വെക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ചിന്തിക്കും. ഓരോ പ്രാവശ്യം നമ്മളത് പറയുകയും എഴുതുകയും ടൈപ്പ് ചെയ്യുകയും പരസ്യമായി ഒരു വിറ്റ്നസ് പോലെ കമൻറ്റ് സെക്ഷനിൽ ഇടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ അതുമായി കണക്ട് ചെയ്യുകയാണ്. എനിക്കിത് വേണം കർത്താവേ, ഞാനത് സ്വീകരിക്കും എന്നാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിലൂടെ ദൈവത്തോട് നമ്മൾ പറയുന്നത്. അതല്ലാതെ ചുമ്മാ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. കർത്താവ് പറഞ്ഞു, ചില വചനങ്ങളൊക്കെ കൊടുത്തപ്പോൾ പറഞ്ഞത് നിൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിടണം, നില മതിൽ കട്ടളമേൽ എഴുതി വെക്കണം. എന്തിനു വേണ്ടി? വിഷ്വലൈസ് ചെയ്യുക, കാണുക, കേൾക്കുക, പല പ്രാവശ്യം അത് പറയുക, ഉരുവിടുക, അത് തന്നെ ധ്യാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാക്കി അതിനെ മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് നോക്കാമോ? Exodus 35 verse number 31. He has filled him with the Spirit of God, with wisdom, understanding, knowledge and all kinds of skills. മലയാളത്തിൽ യഹോവ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. പുറപ്പാട് 35, 31 വചനമാണ്. ദിസ് ഇസ് അബൌട്ട് ബെസലേൽ.
ബസലേൽ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. എൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഡെക്ലറേഷൻ നോക്കുക. ദ ഹോളി സ്പിരിറ്റ് അനോയിൻസ് മൈ ഹാൻഡ്സ് വിത്ത് സ്കിൽ ആൻഡ് മൈ മൈൻഡ് വിത്ത് ക്രിയേറ്റിവിറ്റി. ഐ വർക്ക് വിത്ത് ഗ്രേസ് ടുഡേ. പരിശുദ്ധാത്മാവ് എൻ്റെ കൈകളെ കഴിവുകൾ കൊണ്ടും എൻ്റെ മനസ്സിനെ ക്രിയാത്മകത കൊണ്ടും നിറയ്ക്കുന്നു. ഐ വർക്ക് വിത്ത് ഗ്രേസ് ടുഡേ. ഞാൻ ഇന്ന് കൃപയോടുകൂടെ പ്രവർത്തിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ദയവായി നിങ്ങളുടെ ഡയറിയിൽ നോക്കി ഇന്ന് തന്നെ വായിച്ച് ടിക്ക് ചെയ്യുക. സ്കിൽ ആൻഡ് ഗ്രേസ്, കഴിവും കൃപയും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിവും കൃപയും അല്ലെങ്കിൽ സ്കിൽ ആൻഡ് ഗ്രേസ് എന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ അറ്റൻഡൻസ് കൂടിയാണ്. നിങ്ങളിത് കാണുന്നു, കണ്ടിരിക്കുന്നു, അതൊരു സാക്ഷ്യമായി ലോകം അറിയട്ടെ. നമ്പർ 1, 4 കാര്യങ്ങളാണ് പറയുന്നതിൽ. ഒന്ന്, ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് എവറി ട്രൂ സ്കിൽ. എല്ലാ യഥാർത്ഥ കഴിവുകളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അല്ലെങ്കിൽ ദൈവമാണ് സകല കഴിവുകളുടെയും ഉറവിടം. അതൊന്ന് കുറിച്ച് വയ്ക്കുക. കഴിവുള്ളവരെല്ലാം കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് എവറി ട്രൂ സ്കിൽ. ദൈവമാണ് സകലവിധ കഴിവുകളുടെയും ഉറവിടം. The first person in scripture specially said to be filled with the Spirit was not a prophet or a priest or a king. It was a craftsman. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിനാൽ നിറച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യൻ ഒരു പ്രവാചകനോ പുരോഹിതനോ രാജാവോ ഒന്നുമല്ല. അതൊരു ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു. പല കാര്യങ്ങളും കരവേല ചെയ്യുന്ന, കൈകൾ കൊണ്ട് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ അറിയാവുന്ന ഒരാളെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവിൽ നിറച്ചിരിക്കുന്നു, ദിവ്യാത്മാവിനാൽ നിറച്ചിരിക്കുന്നു എന്നുള്ള പരാമർശം ആദ്യമായി ബൈബിളിൽ കാണുന്നത്. Isn't that amazing? ഭയങ്കര സംഭവമല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? സോ ഇവിടെ പറയുന്നതനുസരിച്ച് ഗോഡ് ഫിൽഡ് ഹിം വിത്ത് വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, നോളജ് ആൻഡ് സ്കിൽ ടു ബിൽഡ് ദ ടാബർനാക്കിൾ. അതിൻ്റെ പുറകിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ബസലേൽ എന്ന് പറയുന്ന ഈ ആളെ പ്രത്യേകിച്ച് 2 പേരുണ്ട്, ഒഹോലിയാബ്, ബസലേൽ. അതായത് ഈ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഞാൻ പറയുക, അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ പുതിയ ആളുകൾക്ക് ഒരുപക്ഷെ അത് ആവശ്യമായിരിക്കും. മോശെ 40 ദിവസം സീനായി മലയുടെ മുകളിൽ കയറി ഉപവസിക്കുകയാണ്. അപ്പോൾ കർത്താവ് ഒരു വലിയൊരു വീഡിയോ പോലെ ചിലത് കാണിച്ചു കൊടുത്തു. സ്വർഗത്തിലിരിക്കുന്ന ദേവാലയത്തിൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു റെപ്ലിക്ക പോലെ, അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം പോലെ ഒന്ന് ഭൂമിയിലുണ്ടാക്കാൻ പറഞ്ഞു. അതിനുള്ള വാക്ക് ത്രൂ പോലെയുള്ളത് അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കാണിച്ചു കൊടുത്തു. അതിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുത്തു. എന്നിട്ട് അവസാനം പറഞ്ഞത്, നീയല്ല ഇത് പണിയേണ്ടത്, നിനക്ക് വേറെ കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് PCD എന്ന് പറഞ്ഞാൽ പാസ്റ്റൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റ് നിൻ്റെ ജോലിയാണ്. ജനങ്ങളെ പരിപാലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അവർക്ക് വചനം കൊടുക്കുക, അവരെ നിർദ്ദേശിക്കുക, അവർക്ക് തർക്കങ്ങൾ തീർക്കുക, കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിധി കൽപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യുക. എന്നാൽ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണം, ദ ടാബർനാക്കിൾ. അതിലാണ് ഞാൻ വന്ന് വസിക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ മധ്യത്തിൽ ഞാനുണ്ടാവും. ദൈവം പറയുക. പക്ഷെ അതുണ്ടാക്കാൻ ഞാൻ ഒരാളെ പ്രത്യേകിച്ച് നിയോഗിച്ചിട്ടുണ്ട്. അയാളെ ഞാൻ എൻ്റെ ആത്മാവിൽ നിറച്ചിട്ടുണ്ട്. അയാളുടെ പേരാണ് ബസലേൽ. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ഗോഡ് ഫിൽഡ് ബസലേൽ വിത്ത് വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, നോളജ് ആൻഡ് സ്കിൽ. 4 കാര്യങ്ങൾ: ജ്ഞാനം, വിവേകം, പരിജ്ഞാനം, കഴിവുകൾ അഥവാ നൈപുണ്യങ്ങൾ. ഇതെല്ലാം കൊണ്ട് ആ മനുഷ്യനെ ഞാൻ നിറച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം ചെയ്തതാണ് തൻ്റെ ആത്മാവിനാൽ അവനെ നിറച്ചു. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, എവറി ഗോഡ് ഓണറിങ് വൊക്കേഷൻ ക്യാൻ ബിക്കം എ മിനിസ്ട്രി വെൻ എംപവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. എന്ന് വെച്ചാൽ ദൈവമായി കാണിച്ചു തരുന്ന, ദൈവമായി നിയോഗിക്കുന്ന ഏതൊരു ജോലിയും, പ്രത്യേകിച്ച് ശുശ്രൂഷയല്ല ഞാൻ പറയുന്നത്, ജോലി വർക്ക്, ദൈവത്തെ ആദരിക്കുവാനായി പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഏത് ജോലിയും ഒരു ശുശ്രൂഷയായി മാറും. വെൻ എംപവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും കൃപയിലും കഴിവിലും ആ ക്രിയേറ്റിവിറ്റിയിലും
ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഏത് വർക്കും മിനിസ്ട്രിയായി മാറുന്നു. മനസ്സിലായോ സംഭവം? മനസ്സിലായെങ്കിൽ അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഒന്നുകൂടി ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. പ്രധാനമായും ഞാനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. അതിൻ്റെ അർത്ഥം മറ്റൊന്നും ചെയ്യില്ലെന്നല്ല. ചില സമയത്ത് പല കാര്യങ്ങളും കൈകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതും ഇതൊക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് വളരെ കുറവാണ് എനിക്ക്. കാരണം ഇപ്പോൾ ഒത്തിരി പേര് ഡിപ്പാർട്ട്മെൻറ്റുകളും ഒത്തിരി പേര് അതിൻ്റെ ആളുകളൊക്കെ വോളണ്ടിയേഴ്സായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവർ ആ കാര്യം നോക്കിക്കോളും. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വചന ശുശ്രൂഷ, പ്രാർത്ഥന, അതുപോലെയുള്ള ശുശ്രൂഷപരമായ കാര്യങ്ങൾ, യാത്രകൾ, ഇതുപോലെ സന്ദേശങ്ങൾ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അധിക സമയവും ഞാൻ ഇപ്പോൾ ചിലവഴിക്കുന്നത്. എന്നാൽ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അതിൻ്റെ പോസ്റ്റർ മതിലൊട്ടിക്കാൻ തുടങ്ങി, നോട്ടീസ് വിതരണത്തിന് തുടങ്ങി, മൈക്ക് കെട്ടാനും പിടിക്കാനും എല്ലാത്തിനും ഓടി നടന്നൊരു കാലമുണ്ട്. ശുശ്രൂഷ മാത്രമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഒന്ന് എന്ന് നാം ഒരിക്കലും കരുതരുത്. ഇവിടെ ബസലേലിനെ ഈ സമാഗമന കൂടാരം ഉണ്ടാക്കാൻ, അഥവാ സമാഗമന കൂടാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അതൊരു ടെൻറ്റാണ്. ഇന്ന് നമ്മളുണ്ടാക്കുന്ന പോലെ ഇഷ്ടിക കൊണ്ടോ കരിങ്കല്ല് കൊണ്ടോ പണിയുന്നൊരു സ്ട്രോങ് ബിൽഡിംഗ് അല്ല എന്ന് പറയുന്നത്. മരുഭൂമിയിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് അഴിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ഒത്തിരി പാർട്സുകളാണുള്ളത്. അത് ടെൻറ്റിൻ്റെ വലിയ തിരശീല, അത് താങ്ങി നിർത്തുന്ന സാധനങ്ങൾ, ഇടയ്ക്ക് വയ്ക്കുന്ന ഇടയ്ക്കുള്ള കേർട്ടൻസ്, അകത്തുള്ള ഉപകരണങ്ങൾ തുടങ്ങി ഒത്തിരി കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് വളരെ ക്രിയാത്മകമായി സൂപ്പറായിട്ട് ചെയ്യാൻ ദൈവം ചെയ്തത് ഈ ബസലേൽ എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ട് അയാളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. പിന്നെ അവൻ്റെ സ്കിൽ സെറ്റ്സും അവൻ്റെ ടാലൻസും ഗിഫ്റ്റിങ്സും ക്രിയേറ്റിവിറ്റിയും വേറൊരു ലെവലിലേക്ക് പോയി. സാധാരണ എല്ലാവരും ജനിക്കുമ്പോൾ സ്കിൽ സെറ്റ്സുമായിട്ടാണ് ജനിക്കുന്നത്. സാധാരണ കണ്ടില്ല, ചിലർക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് കുക്കിങ്ങിന് ഭയങ്കര സ്കില്ലുള്ള ഒത്തിരി പേരുണ്ട്. ചിലർ നാച്ചുറൽ സിംഗേഴ്സാണ്. അവർക്ക് പ്രത്യേകിച്ച് സാധന ചെയ്തില്ലേലും വോയിസ് ട്രെയിനിങ്ങിന് പോയില്ലേലും ഒത്തിരി സംഗീതത്തിൻ്റെ ക്ലാസ്സുകൾ പോയി ഒരാളെ കീഴിൽ പഠിച്ചില്ലേ പോലും അവർ നാച്ചുറലി നന്നായിട്ട് പാടാൻ കഴിവുള്ളവരാണ്. ചിലർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. ചില സ്പോർട്സിലും ഗെയിംസിലും ആയിരിക്കും, നീന്തൽ തുടങ്ങി പലതിലും പലർക്കും കഴിവുകൾ കാണും. ഒരാളുടെ കഴിവല്ല മറ്റേയാൾക്കുള്ളത്. ഇത് നാച്ചുറലി നമുക്കുള്ളതാണ്. എന്നാൽ ദൈവത്തിന് വേണ്ടി ഒരാൾ പ്രയോജനപ്പെടുമ്പോൾ അതിൻ്റെ മേലൊരു അഭിഷേകം വന്നിറങ്ങും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം അവനെ ജ്ഞാനത്താലും പരിജ്ഞാനത്താലും വിവേകത്താലും കഴിവുകളാലും അങ്ങ് നിറച്ചു. എന്തിനു വേണ്ടി? ഒരു പ്രത്യേക കാര്യം ആ തലമുറയിൽ ചെയ്യാൻ. എന്തായിരുന്നു ആ പ്രത്യേക കാര്യം? ദൈവത്തിൻ്റെ സമാഗമന കൂടാരം പണിയുക. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ആരാണെങ്കിലും ദൈവത്തെ ആദരിക്കാൻ, ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ഒരു പ്രത്യേക ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം കൂടി വരുവാണെങ്കിൽ അത് ഒരു ശുശ്രൂഷയായി കണക്കാക്കപ്പെടും. ഉദാഹരണം, ഡോക്ടറാകുക. ഒത്തിരി പേരുടെ ആഗ്രഹമാണ് ഡോക്ടറാകുക. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഒരാൾ മിഷണറി ഡോക്ടറാകുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? ചിലപ്പോൾ ഒരു ട്രൈബൽ ഏരിയയിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ചെന്നിട്ട് ആശുപത്രികളില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ചെറിയ ക്ലിനിക്കുകളോ അല്ലെങ്കിൽ മിഷൻ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നു. അത് ചിലപ്പോൾ സാധാരണ ആ ഡോക്ടർക്ക് വേണമെങ്കിൽ കയറ്റങ്ങൾ കയറി വലിയ സാലറിയും പാക്കേജുമുള്ള ഒരു ലെവലിലോട്ട് പേരെടുത്ത് പോകാം. പകരം യേശുവിൻ്റെ നാമത്തിൽ ദരിദ്രരെ സേവിക്കുവാനായി ചിലപ്പോൾ കുറഞ്ഞ പാക്കേജിൽ ഒരു ചാരിറ്റി പോലെ ഒരു സ്ഥലത്ത് ഒതുങ്ങി പേരെടുക്കുന്നില്ല, ഒന്നുമില്ലാതെ ജീവിക്കും. അയാളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടായിരിക്കും. അയാൾ ചെയ്യുന്ന ഡോക്ടർ ജോലി ഒരു ശുശ്രൂഷയായി കണക്കാക്കപ്പെടും. ഇതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചിങ്, അതുപോലെ തന്നെ നഴ്സിംഗ്, അതുപോലെ തന്നെ ഏത് ജോലിയും പരിശുദ്ധാത്മാവിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, ദൈവനാമഹത്വത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭാജനങ്ങൾക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി, അൺറീച്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുവാണെങ്കിൽ അത് ശുശ്രൂഷയാണെന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ഇനി ചില വചനങ്ങൾ കുറിച്ച് വെക്കുക. പുറപ്പാട് പുസ്തകം 31:1 മുതൽ 5 വരെ. അവിടെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരിക്കുന്നു എന്ന് പറയുന്നത്.
സദൃശ്യവാക്യങ്ങൾ 2:6 ദ ലോർഡ് ഗീവ്സ് വിസ്ഡം എന്ന് ചെയ്തിട്ട് ദൈവമാണ് ഇതിനുള്ള ജ്ഞാനം നൽകുന്നത്. മറ്റൊരു വിധത്തിൽ പറയുവാണെങ്കിൽ യുവർ എബിലിറ്റി ഈസ് നോട്ട് മിയർലി എ നാച്ചുറൽ ടാലൻറ്റ്. ദൈവം തന്നിട്ടുള്ള കഴിവുകൾ ഒരു സാധാരണ ജനിച്ചപ്പോൾ കിട്ടിയ ഒരു കഴിവാണെന്ന് മാത്രം മാറ്റിക്കളയാതെ അതിനെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിച്ചതിനൊരു ഗിഫ്റ്റായി ഡെവലപ്പ് ചെയ്തെടുക്കാമെങ്കിൽ അതൊരു വലിയ ശുശ്രൂഷയായി മാറും. ഗ്രേസ് ഡസ് നോട്ട് റീപ്ലേസ് സ്കിൽ, ഇറ്റ് പെർഫെക്റ്റ്സ് ഇറ്റ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നൈസർഗികമായ കുറേ കഴിവുകളുണ്ട്. ആ കഴിവുകളെ മാറ്റിക്കളയുന്നതല്ല കൃപ. പകരം ആ ലഭിച്ചുള്ള എന്ത് കഴിവുകളോടുകൂടിയാണോ നമ്മൾ ജനിച്ചിട്ടുള്ളത് ആ കഴിവുകളെ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഉദാഹരണത്തിന് ഈ ബസലിൽ ജനിച്ചപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുറേ കഴിവുകൾ, ഇങ്ങനെയുള്ള കരകൗശല വസ്തുക്കൾ, സ്വർണ്ണപ്പണികളും തങ്കത്തിൻ്റെ കൊണ്ടുള്ള പണികളും വെള്ളി കൊണ്ടുള്ള പണികളും ബ്രാസ് കൊണ്ടുള്ള പണികളൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് നാച്ചുറലി കാണും. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീർച്ചയായിട്ടും കുറേയൊക്കെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ അപ്രൻറ്റീസായിട്ട് പോയോ പലരുടെയും മെൻറ്റർഷിപ്പിലായിരിക്കും അത് പഠിച്ചത്. അതൊരിക്കലും തെറ്റല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ തൻ്റെ ആ കഴിവുകളെ പെട്ടെന്ന് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. എനിവിടെ ഇൻട്രസ്റ്റഡ്, നിങ്ങളിലുള്ള നാച്ചുറൽ ടാലൻസിനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഓ മൈ ഗോഡ്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അനേകരുടെ പ്രയോജനത്തിന് വേണ്ടിയും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ഉപയോഗിച്ചാൽ വാവ്, അവിടെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അവിടെയാണ് നമുക്കുള്ളിലൊരു കൃതാർത്ഥത വരുന്നത്. എനിക്ക് ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ. മാത്രമല്ല പരിശുദ്ധാത്മാവിൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനെല്ലാം സ്വർഗത്തിൽ റെക്കോർഡുണ്ട്. ദൈവം ഒരിക്കലും അശ്രദ്ധയെ പ്രോത്സാഹിപ്പിക്കുന്നവനല്ല. ഇൻ അതർ വേർഡ്സ്, ഗോഡ് ഡസ് നോട്ട് എൻകറേജ് കെയർലെസ്നെസ്. ഇങ്ങനെ കെയർലെസ്സായി എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുക അല്ല. ഫോക്കസ്ഡായി ദൈവം തന്നിട്ടുള്ള സ്കിൽസിനെ നമ്മൾ ആത്മാവിൻ്റെ സഹായത്തോടുകൂടി ഡെവലപ്പ് ചെയ്യണം. ഗ്രേസ് ഇൻസ്പയേഴ്സ് എക്സലൻസ്. അതിലൂടെ ഈ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് വരുമ്പോൾ അത് സാധാരണ എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തൊരു ഉത്കൃഷ്ടമായ ഉന്നതമായ ഒരു ക്വാളിറ്റിയിലേക്ക് അത് കൊണ്ടുപോയി എത്തിക്കും. കുറിച്ച് വെക്കേണ്ട വചനങ്ങൾ സദൃശ്യവാക്യങ്ങൾ 22-29, Proverbs 20-29. അവിടെ ഒരു ചോദ്യം തന്നെയാണ്, ഡു യു സീ someone skilled in their work? ഏതെങ്കിലും ഒരു ജോലിയിൽ കഴിവ് തെളിയിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? They will serve before kings. രാജാക്കന്മാരുടെ മുമ്പിൽ പോലും അവർ സേവ ചെയ്യും. നമ്മളിവിടെ നമ്മുടെ രാജാതിരാജാവായ ദൈവത്തിൻ്റെ മുമ്പിൽ സേവ ചെയ്യുന്നവരായി മാറണമെങ്കിൽ ഈ ലോകത്തിൻ്റേത് മാത്രമല്ല ഞാൻ പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ പരിശുദ്ധാത്മാവിന് ഈ കഴിവുകളെ, ദൈവം തന്ന കഴിവുകളെ സമർപ്പിക്കുക. 2 തിമോത്തിയോസ് 2:15, ഡു യുവർ ബെസ്റ്റ് ടു പ്രസൻറ്റ് യുവർ സെൽഫ് ടു ഗോഡ് ആസ് വൺ അപ്രൂവ്ഡ്. നിന്നെ തന്നെ ദൈവത്തിന് കൊള്ളാവുന്നവനായി പ്രസൻറ്റ് ചെയ്യാൻ. The Holy Spirit empowers diligent people to accomplish extraordinary work. വളരെ ശ്രമകരമായി അധ്വാനിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് അസാധാരണമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവം അവരെ ശക്തീകരിക്കും. നമ്പർ 3, എക്സലൻസ് കമ്പൈൻസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ക്യാരക്ടർ. ഉത്കൃഷ്ടത ചെയ്യുന്നത് ക്രിയാത്മകതയെയും സ്വഭാവശ്രേഷ്ഠതയും ഒരുമിച്ച് കൊണ്ടുവരും. ഒന്നുകൂടി പറയാം, ക്രിയാത്മകതയെയും സ്വഭാവശ്രേഷ്ഠതയും കമ്പൈൻ ചെയ്യുമ്പോൾ, ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് ആരും ചെയ്യാത്തതുപോലെ ക്വാളിറ്റിയിൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ ദൈവം നമ്മുടെ കഥാപാത്രം ബസലേലിന് ക്രാഫ്റ്റ്സ്മാൻഷിപ്പും കൊടുത്തു, വിസ്ഡവും കൊടുത്തു. എന്ന് വെച്ചാൽ ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യാനുള്ള പല കാര്യങ്ങളും, ചിത്രപ്പണികളും അതും ഇതെല്ലാം ചെയ്യാനുള്ള കഴിവും കൊടുത്തു, ജ്ഞാനവും കൊടുത്തു. ദ കിങ്ഡം നീഡ്സ് പീപ്പിൾ ഹു ആർ നോട്ട് ഓൺലി ഗിഫ്റ്റഡ് ബട്ട് ഓൾസോ ട്രസ്റ്റ് വർതി. ദൈവരാജ്യത്തിന് വേണ്ടത് എങ്ങനെയുള്ളവരാണെന്നറിയാമോ? കഴിവുകളുള്ളവരെ മാത്രമല്ല, വിശ്വസിക്കാൻ കഴിയുന്ന
ക്യാരക്ടർ ഉള്ളവരെയാണ് ദൈവം നോക്കുന്നത്. ഇത് രണ്ടും വേണം. ചില ആൾക്ക് ഭയങ്കര ക്യാരക്ടർ, പക്ഷെ കഴിവില്ല. അതുകൊണ്ട് ദൈവത്തിന് അത് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ കഴിവുള്ളവർക്കോ സ്വഭാവശ്രേഷ്ഠതയില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നു. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലോ ദൈവത്തിന് വളരെ ശക്തമായി ഉപയോഗിക്കാൻ സാധിക്കും. വചനങ്ങൾ പറയാം. ഡാനിയൽ ചാപ്റ്റർ 6 verse number 3. Daniel distinguished himself because an excellent spirit was in him. ദാനിയലിൻ്റെ കഥ വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നൊരു കാര്യമാണ്, ഡാനിയൽ മറ്റുള്ള എല്ലാവരെക്കാളും വ്യത്യസ്തനായിരുന്നു. ഔന്നത്യത്തിലേക്ക് ചവിട്ടുപടികൾ ചവിട്ടിക്കയറി. കാരണം അവൻ്റെ മേലൊരു ഉത്കൃഷ്ട ആത്മാവുണ്ടായിരുന്നു. ഉത്കൃഷ്ടതയുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് വാസ് ഡ്വെല്ലിംഗ് അപ്പോൺ ഹിം. 90-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വചനത്തിൽ എസ്റ്റാബ്ലിഷ് ദ വർക്ക് ഓഫ് അവർ ഹാൻഡ്സ്, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സ്ഥിരമാക്കണമേ, സ്ഥാപിക്കണമേ എന്ന് പറയുന്നു. കൊലോസ്യ ലേഖനം 3:23. വാട്ട് എവർ യു ഡു വർക്ക് അറ്റ് ഇറ്റ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ എന്ത് ജോലി ചെയ്താലും, എന്താണ് ചെയ്യുന്നതെങ്കിൽ, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ, അധ്യാപക വൃത്തിയെങ്കിൽ അത്, ഒരു ടൈലറിങ് ഷോപ്പ് നടത്തുവാണോ, അത് എന്ത് ചെയ്യുവാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അതിൽ മുഴുഹൃദയത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി എന്നവണ്ണം ചെയ്യുവിൻ. നമ്പർ 4, അവർ വർക്ക് ബിക്കംസ് വർഷിപ്പ് വെൻ ഡൺ ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജോലി ആരാധനയായി മാറും. വർക്ക് ഈസ് വർഷിപ്പ്. നമ്മളെല്ലാവരും പൊതുവേ കേൾക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ജോലിയാണ് ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പോകാതെ ജോലി മാത്രം ഈ ജോലിയാണ് എൻ്റെ ആരാധന, ആ അർത്ഥത്തിലല്ല ഈ പറയുന്നത്. അവർ വർക്ക് ബിക്കംസ് വർഷിപ്പ് വെൻ ഡൺ ഫോർ ഗോഡ്. ദൈവത്തിനായി ചെയ്യുമ്പോൾ എൻ്റെ പ്രവൃത്തി പോലും ഒരു ആരാധനയായി മാറുന്നു. ഇപ്പോൾ ഇവിടെ ദ ടാബർനാക്കിൾ വാസ് ബിൽറ്റ് വിത്ത് ഹാമേഴ്സ്, ചിസൽസ്, ഫാബ്രിക്, വുഡ് ആൻഡ് ഗോൾഡ്. ഈ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ആയുധങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഉളി, ചുറ്റിക തുടങ്ങിയുള്ള ആയുധങ്ങൾ. അതുകൂടാതെ ഒത്തിരി മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ്? അതിൽ തുണിത്തരങ്ങളുണ്ട്, അല്ലേ, തോല് പോലെയുള്ളതുണ്ട്, മരമുണ്ട്, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, ഇങ്ങനെ പലതും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓർഡിനറി വർക്ക് ബിക്കെയിം സീക്രട്ട് ബിക്കോസ് ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ്സ് പർപ്പസ്. ഇതുപോലെ തന്നെ സ്വർണം വീടുകളിൽ ഉപയോഗിക്കുന്നില്ലേ? ഇതുപോലെ തന്നെ മരം, അതേ മരം വീടുകളിൽ സ്റ്റൂളുണ്ടാക്കാനോ കട്ടിലുണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ അതേ മരം ടാബർനാക്കിളിനകത്ത് ഉപയോഗിച്ചപ്പോൾ, സമാഗമന കൂടാരത്തിനകത്ത് ഫേർണിച്ചറായി മാറിയപ്പോൾ, ദാറ്റ് ബിക്കെയിം ഹോളി ആൻഡ് സീക്രട്ട്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? സോ എന്ത് കാര്യവും ഏത് ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ എവ്രി ബിലീവർ ക്യാൻ ഗ്ലോറിഫൈ ഗോഡ് ത്രൂ എക്സലൻറ്റ് വർക്ക്. അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, എല്ലാവരും ഫുൾ ടൈം ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരല്ല. നിങ്ങളൊരു IT സെക്ഷനിൽ വർക്ക് ചെയ്യുവാണോ, സോഫ്റ്റ്വെയർ ചെയ്യുവാണോ, AI കോഡിംഗ് ആണോ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ആധുനികമായ, അതായത് നിങ്ങളൊരു പൈലറ്റാണോ, ക്യാബിൻ ക്രൂ ആണോ, നിങ്ങൾ ആരാണെങ്കിലും എന്ത് ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ദൈവനാമ മഹത്വത്തിന്, ഒരു ഉപജീവനത്തിന് എന്നതിനപ്പുറത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ആ ജോലി ഒരു ശുശ്രൂഷയായി, ആ ജോലി തന്നെ ദൈവത്തിനുള്ള ഒരു ആരാധനയായി മാറുകയാണ്. ചില വചനങ്ങൾ പറയാം. 1 കൊരിന്ത്യർ 10:31. വാട്ട് എവർ യു ഡു, ഡു ഇറ്റ് ഓൾ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവ മഹത്വത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി എല്ലാം ചെയ്യാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവൻ. എഫെസ്യ ലേഖനം 2:10 പറയുന്നത് നമ്മെ കർത്താവ് പുതുസൃഷ്ടികളാക്കി മാറ്റിയിരിക്കുന്നത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ്. എബ്രായ ലേഖനം 13:21 പറയുന്നു, മേ ഹി എക്വിപ്പ് യു വിത്ത് എവറിത്തിങ് ഗുഡ് ഫോർ ഡൂയിങ് ഹിസ് വിൽ. അവൻ്റെ തിരുവുള്ളം, അവൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാനായി സകലവിധ സൽപ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ കഴിവുള്ളവരാക്കട്ടെ. ഞാൻ ഈ 4 കാര്യങ്ങൾ പറഞ്ഞു തന്ന ഏകദേശം ഒരു രൂപം കിട്ടിക്കാണും. ഈ നമുക്ക് ദൈവം കഴിവുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ കഴിവുകളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ കൂടെ വ്യാപരിക്കുമ്പോൾ
ദൈവനാമ മഹത്വത്തിന് വേണ്ടി അത് ചെയ്യാൻ കഴിയും. അത് കിച്ചൺ ഡ്യൂട്ടി ആയാലും ശരി, മെയ്സൺ വർക്ക് ആയാലും ശരി, കാർപ്പൻട്രി വർക്ക് ആയാലും ശരി, പ്ലംബിംഗ് ആയാലും ശരി, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളായാലും ശരി, ലോകത്തിലെ എന്ത് ജോലി ചെയ്യുന്ന ആളായാലും ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതൊരു ശുശ്രൂഷയും ആരാധനയും ആയി മാറും. കൈതെറ്റി പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറി കണ്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പലതരത്തിലുള്ള ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ മനോഭാവത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു മനോഭാവം ഉണ്ടാകാനും പൊതുനന്മയ്ക്ക് വേണ്ടിയും അനേകരുടെ അനുഗ്രഹത്തിന് വേണ്ടിയും അതായിത്തീരാൻ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. രോഗികൾക്കായി ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് സൈനസൈറ്റിസ് മൂലം പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ മൂക്കിൻ്റെ അകത്ത് മാംസവളർച്ചയുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ നെക്ക് പെയിൻ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശരീരത്തിൽ പല ഭാഗങ്ങളിലുള്ള നീരുകൾ എഡിമ വറ്റിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. ഈ വയറിൻ്റെ അകത്തുള്ള ചില ഗ്രോത്തുകൾ ഇല്ലാതെ പോകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി മക്കളെ കൊടുക്കണമേ. ഇന്ന് ഇത് കാണുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ റീപ്ലേ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.